നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് തുർക്കിയിലേക്കാണ്. തുർക്കി ആർമി ഇസ്രയേലിനെ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 72 മണിക്കൂറിനകം ടെൽ അവീവിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. തുർക്കിയിലെ തന്നെ പൊളിറ്റിക്കൽ അനാലിസിസ്റ്റ് ആയിട്ടുള്ള ഹക്കാം ബെയ്റാച്ചിയാണ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലോജിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിയും ഇസ്രയേലും തമ്മിൽ ഏകദേശം ഒരു 1000 കിലോമീറ്ററിൻ്റെ അത്രയും ദൂരമുണ്ട്. ലോകത്തിലെ തന്നെ 9ാമത്തെ ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യമാണ്, സൈനിക ശക്തിയാണ് തുർക്കി എന്ന് പറയുന്നത്. അതേസമയം ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തിലെ 17ാമത്തെ സൈനിക ശക്തിയാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള 17ാമത്തെ സൈനിക ശക്തിയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ തന്നെ ആ ഒരു വ്യത്യാസം വളരെയധികം സ്പഷ്ടമായി തന്നെ കാണാൻ സാധിക്കും. വളരെ വലിയ വ്യത്യാസമുണ്ട് സൈനികപരമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ. അതുപോലെ ഇസ്രയേൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യവുമാണ്. അതായത് ഭൂമിശാസ്ത്രപരമായി തന്നെ ഇസ്രയേലിന് വളരെയധികം പോരായ്മകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ബെയ്റാക്സിയുടെ ഈ ഒരു പ്രസ്താവന ഏത് സമയത്താണ് വന്നത് എന്നതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇസ്രയേൽ അമേരിക്ക കൂടിക്കാഴ്ചക്കിടെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഈ ഒരു കൂടിക്കാഴ്ചക്കിടെ തന്നെ, അതായത് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചക്കിടെ നെതന്യാഹു പറഞ്ഞ കുറച്ച് കാര്യം കൂടിയുണ്ട്. സിറിയയിൽ തുർക്കിയുമായി യാതൊരുവിധ തർക്കത്തിനും ഇസ്രയേൽ ഇല്ല എന്നാണ് നെതന്യാഹു അവിടെ വെച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. അതായത് ഇസ്രയേലിന് തുർക്കിയോടുള്ള സമീപനം എന്താണ് എന്നത് ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനിടെ ഇറാന് നേരെ ശക്തമായ ആക്രമണത്തിന് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ഡൊണാൾഡ് ട്രംപ് പോലൊരു വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ലോകത്തിന് മൊത്തമായൊരു ആശങ്കയുണ്ട്. ഒരു യുദ്ധമാണോ ഇനി നമ്മളെ കാത്തിരിക്കുന്നത് എന്ന രീതിയിലാണ് ആ ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ 2ാമത്തെ തവണയാണ് അമേരിക്ക സന്ദർശിക്കാൻ പോകുന്നത്. ഈ ഒരു സന്ദർശനത്തിൽ ഇറാനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഗസയുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ടൊരു ആക്രമണം അത് ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സജ്ജമായിരിക്കുക എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇസ്രയേൽ അമേരിക്ക സംയുക്തമായിട്ടൊരു ആക്രമണം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇറാന് സപ്പോർട്ടുമായിട്ട് റഷ്യ ഉണ്ടാകും. റഷ്യയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡിഫൻസ് ഡീലുകളാണ് ഇപ്പോൾ ഇറാൻ സൈൻ ചെയ്തിരിക്കുന്നത്. ഇറാനും റഷ്യയും സുരക്ഷാപരമായിട്ട് പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നതാണ് ഈ ഡീലിലൂടെ നമ്മൾ കാണുന്നത്. അമേരിക്കയും ഇസ്രയേലും ഒരു യുദ്ധത്തിന് മുതിർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാന് സപ്പോർട്ടുമായിട്ട്, ഇറാന് സഹായവുമായിട്ട് തീർച്ചയായിട്ടും ചൈനയും അതുപോലെ തന്നെ റഷ്യയും കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് സൂപ്പർ പവറുകളായിട്ടുള്ള 2 രാജ്യങ്ങൾ. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ചൈനയാണ്. വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള വെപ്പൺസും അതുപോലെ തന്നെ വാർ എക്യുപ്മെന്റ്സും എല്ലാമാണ് ഇപ്പോൾ ചൈനയുടെ പക്കലുള്ളത്. തീർച്ചയായിട്ടും ഈ 2 രാജ്യങ്ങൾ, അതായത് റഷ്യയും ചൈനയും വേണ്ട എല്ലാ സഹായവുമായിട്ട് ഇറാനൊപ്പം തന്നെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഇന്തോനേഷ്യ താൽക്കാലികമായിട്ട്, ഞാൻ അടിവരയിട്ട് പറയുന്നു, താൽക്കാലികമായിട്ട് ഗസയിലെ ജനങ്ങളെ സ്വീകരിക്കാമെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏപ്രിൽ 9 അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് അബുദാബി സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത്. ഈ അബുദാബി സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തുർക്കി, ഈജിപ്ത് അതുപോലെ തന്നെ ഖത്തർ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. നമുക്കറിയാം, കുറച്ച് നാൾക്ക് മുമ്പ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന്. എന്നാൽ ഈ രാജ്യങ്ങൾ അങ്ങനെ ഒരു പ്രസ്താവന തള്ളിക്കളയുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ഈ ഒരു പ്രസ്താവന വളരെയധികം മാധ്യമ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അദ്ദേഹം കഷ്ടത അനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു ചെറിയൊരു റിലീഫെങ്കിലും കിട്ടിക്കോട്ടെ എന്ന രീതിയിലായിരിക്കാം, താൽക്കാലികമായെങ്കിലും അവരെ സ്വീകരിക്കാം എന്ന രീതിയിൽ അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്.